പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ 4ാമത്തെ ദിനത്തിൽ ദൈവമക്കളോട് ഒന്നിച്ച് ദൈവത്തിൻ്റെ ഒരു ഇളയ സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ നൽകിയ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സകല പുകഴ്ചയും അർപ്പിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, ദൈവമക്കളേവർക്കും വീണ്ടും വരുന്നതിനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവെഴുത്ത് വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-20 വേദഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ് എന്ന് അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒരു നിവൃത്തി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ 2011 എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ സൗദി അറേബ്യ ദേശത്ത് ജോലിയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ വന്ന് വിവാഹം കഴിഞ്ഞു. എല്ലാവരെയും പോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു കാലഘട്ടം. ഏകദേശം 1, 2, 3 വർഷം ഞങ്ങൾ കാത്തിരുന്നു. എന്നാൽ 3-4 പ്രാവശ്യം അബോഷനാവുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവൾക്ക് നല്ലതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നൊക്കെ പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ സൗദി അറേബ്യ ദേശത്ത് നിന്ന് എൻ്റെ ജോലി മതിയാക്കി. അവിടെ അധ്വാനിച്ചിട്ട് കാര്യമില്ല, ഒരു പൈതൽ വേണമല്ലോ എന്നുള്ള ചിന്തയിൽ ഞാൻ വേഗത്തിൽ നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഈ ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ, ഏറ്റവും നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ലക്ഷങ്ങൾ മുടക്കി ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളുടെ ഭാഗമായി അവൾ പ്രഗ്നൻ്റ് ആകുവാൻ തക്കൊണ്ടിടയായി. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു, വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു. അങ്ങനെ ഏകദേശം 8 മാസം കഴിഞ്ഞ് അവൾ പ്രസവിച്ചു. ആ സന്തോഷത്തിൽ നിൽക്കെ തന്നെ ആ സന്തോഷം അധികം നീണ്ടുപോയില്ല. അന്നേ ദിവസം രാത്രി തന്നെ ഞങ്ങളുടെ പ്രിയമകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം സങ്കടവും വേദനയുമായി. അതുവരെയും ഒരു തലമുറ ഇല്ലാത്തതിൻ്റെ നിന്നയും പരിഹാസവും വേദനയുമായിരുന്നുവെങ്കിൽ അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത വേദന കടന്നു വന്നു, നിന്ന കടന്നു വന്നു, പരിഹാസം കടന്നു വന്നു. കുഞ്ഞ് മരിച്ചപ്പോൾ പിന്നെ എനിക്ക് നാട്ടിൽ നിൽക്കുവാൻ തോന്നിയില്ല. ഞാൻ വീണ്ടും വേണ്ടപ്പെട്ടവർ വിളിച്ച് കമ്പനിയിൽ വിളിച്ച് ഞാൻ വീണ്ടും സൗദി അറേബ്യ ദേശത്ത്, ഈ ദേശത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഓടണമെന്നുള്ള ചിന്തയിൽ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും കടന്നുപോയി. ഞാൻ അവിടെ പോയിട്ട് എൻ്റെ കുടുംബത്തെ, എൻ്റെ അമ്മയെ ഒക്കെയും അവിടേക്ക് കൊണ്ടുപോയി. ഏകദേശം ഞങ്ങളുടെ വീണ്ടും 2 വർഷക്കാലം ഞാൻ അവിടെ ആയിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. കാരണം എൻ്റെ വൈഫ് RC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അവൾ ഹൃദയങ്ങൾ വളരെ തകർന്നു പോയി. എങ്കിലും ഞാൻ അവളെ ആശ്വസിപ്പിച്ചു, ദൈവം നമുക്ക് പൈതങ്ങളെ തല്ലോ. ഞാൻ അവിടെ സൗദിയുടെ ദേശത്തായിരിക്കുമ്പോൾ ഞാൻ പോയി 3-ാമത്തെ മാസത്തിൽ അവിടെ ഒരു ആരാധന നടക്കുമ്പോൾ ഡിസംബർ മാസം 31-ാം തീയതി എനിക്കൊരു ദൈവം ഒരു വാഗ്ദത്തം തന്നു. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. ഞാൻ ആ വാഗ്ദത്ത വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തു. ഞാൻ എൻ്റെ ബൈബിളിൽ കുറിച്ചിട്ടു. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഞാൻ ഇത് പ്രാർത്ഥിക്കും. ദൈവമേ, നീ എനിക്ക് ഇരട്ടിയായി പകരം നൽകാമെന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന്. അന്ന് ഞാൻ എൻ്റെ കൂട്ടു സഹോദരന്മാരോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ കൂട്ടുകാരോട്, എന്നെ പരിഹസിക്കുന്നവരോടൊക്കെ ഞാൻ അന്നു മുതൽ, ആ ദിനം മുതൽ ഞാൻ പറയുവാൻ തുടങ്ങി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു തലമുറയെ തരും. ആ തലമുറയെ തരുന്നത് അത് ഒരു കുഞ്ഞായിരിക്കില്ല. ദൈവം ഇരട്ടിയായി പകരം നൽകുമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ എനിക്ക് ഒരു ഇരട്ട കുഞ്ഞുങ്ങളെ തരുമെന്ന് ഞാൻ അന്ന് മുതൽ ഞാൻ വിശ്വാസത്തോടുകൂടി പറയുവാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. 1 വർഷം പ്രാർത്ഥിച്ചു, 2 വർഷം പ്രാർത്ഥിച്ചു, 3 വർഷം പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കണ്ടില്ല. എന്നാൽ സൗദി അറേബ്യ ദേശത്തായിരിക്കുമ്പോൾ തന്നെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. എനിക്ക് 10 മിനിറ്റേ ഉള്ളൂ, അതിനുള്ളിൽ എനിക്ക് അവസാനിപ്പിക്കണം. ഞാൻ ആ ദേശത്തായിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു കോമൺ മീറ്റിംഗ് നടക്കുക. സൗദി അറേബ്യ ദേശത്തെന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ആരാധന സ്വാതന്ത്ര്യമില്ല. ഒളിച്ച് വലിയൊരു ഗാർഡനിൽ കോമൺ മീറ്റിംഗ്, 2-3 ആലയങ്ങൾ ഒത്തുചേർന്ന് ഞങ്ങളൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ സൈഡിൽ കീബോർഡ് വായിച്ച് ആരാധന ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ശക്തമായ ആരാധന നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ, പത്തനംതിട്ടയിൽ നിന്നുള്ള എബ്രഹാം ടൈറ്റസ് എന്ന് പറയുന്ന ദേവദാസൻ, ആരാധന ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ കൈകാട്ടി വിളിച്ചു, ഇനി ബാ എന്ന് വിളിച്ചു. ഞാൻ പെട്ടെന്ന് മടിച്ചു, കാരണം ശക്തമായ ആരാധന നടക്കുന്നു, കീബോർഡ് വായിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നീ വാ എന്ന് പറഞ്ഞു. ഞാൻ വളരെ വേഗത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ വൈഫിനെ കൂടെ വിളിക്ക്. അവൾ വളരെ പുറകിലായിരുന്നു. ഞാൻ അവളെയും വിളിച്ചു, മുൻപിൽ മുട്ടുമുത്തുവാൻ പറഞ്ഞു. ജീവിതങ്ങളെല്ലാം ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുക. ശക്തമായ ആരാധന നടന്നുകൊണ്ടിരിക്കുക.
നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം ഞങ്ങളുടെ തലമേൽ കൈവച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഏതാനും ദിവസങ്ങൾക്കകം നീ നിന്റെ ജീവിതത്തിൽ കാണും. അത് നീ കാണുക മാത്രമല്ല, അതുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തും. നോക്കണേ, നിനക്കൊരു തലമുറയെ തരുമെന്നല്ല ദൈവദാസൻ വെളിപ്പാടിൽ പറഞ്ഞത്. നിനക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി എത്രയും വേഗമുണ്ടെന്ന് ഞാൻ വളരെ വേഗം പറയുകയാണ്. ഒത്തിരി കാര്യങ്ങൾ അവിടെ തന്നെയുണ്ട്. പക്ഷേ ആ ദൈവദാസനെ അന്ന് വൈകുന്നേരം എനിക്ക് വിളിക്കേണ്ടതായ ഒരു ആവശ്യം വന്നതുകൊണ്ട് ആ സെൻട്രൽ പാസ്റ്റർ ഞാൻ വിളിക്കുന്നു. ഇതിനൊന്നിനുമല്ല, മറ്റൊരു കാര്യത്തിനാണ് വിളിക്കുന്നത്. അന്ന് എൻ്റെ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, മോനെ, നീ നാട്ടിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യണം. നിന്റെ വീട്ടിൽ ചെന്നിട്ട് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നീ ക്രമീകരിക്കണം. ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ ഒരു വീട്ടിലെ ഒരു വ്യക്തി പോലും ഭക്ഷിക്കരുത്. ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. എൻ്റെ ചർച്ചിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അന്ന് തീരുന്നതിൻ്റെ 2ാമത്തെ ദിവസമാണ് ഞാൻ അവിടെ വരുന്നത്. 3 ദിവസം ബാക്കി കിടക്കുമ്പോൾ ഞങ്ങൾ അവിടെ വരികയാണ്. ഞങ്ങൾ ആ 3 ദിവസവും ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ദേവദാസനോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസത്തെ ഉപവാസം ക്രമീകരിക്കണം. ദൈവദാസൻ വളരെ സന്തോഷത്തോടെ അത് ഏറ്റു. നമ്മുടെ വീട്ടിൽ വീണ്ടും 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെങ്കിൽ തന്നെ അവിടെ ആരാധന നടന്നു, ശക്തമായ ആരാധന നടന്നു. ഈ ആരാധന മധ്യത്തിൽ വീണ്ടും മനുഷ്യനല്ലേ, എനിക്ക് ആകെപ്പാടെ 3 മാസത്തെ ലീവേ ഉള്ളൂ. വീണ്ടും ഞാൻ ട്രിവാൻഡ്രത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ലൊരു ഡോക്ടറെ കാണുവാൻ പോയി. അദ്ദേഹം ഇങ്ങനെ അവളുടെ റിസൾട്ടുകളെല്ലാം, പഴയ ട്രീറ്റ്മെൻറ്റിൻ്റെ രേഖകളെല്ലാം കയ്യിൽ വാങ്ങിയിട്ട് ഇങ്ങനെ ആ മേശപ്പുറത്തേക്ക് തിരിച്ചിങ്ങനെ അവളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തു. കാരണം അദ്ദേഹത്തിനറിയാം ഇവളുടെ റിസൾട്ടുകൾ വെച്ച് ഒരിക്കലും അവൾക്കൊരു കുഞ്ഞ് ലഭിക്കത്തില്ല. അദ്ദേഹം ഇങ്ങനെ അവളുടെ ദേഹത്തേക്ക് എടുത്തിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ലീവില്ലല്ലോ, ഒരു 6 മാസത്തെ വിറ്റാമിൻ്റെ ഗുളിക കഴിച്ചിട്ട് നിങ്ങൾ മടങ്ങി വാ. നമുക്ക് മനസ്സിലായി ഇത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവമക്കളെ കേൾക്കണമോ, അതേ മാസം 30 കഴിയുമ്പോൾ അവളുടെ ജീവിതത്തിൽ വീണ്ടും ഇങ്ങനെ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുവാൻ ഇടയായി തീർന്നു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുക മാത്രമല്ല, ഒത്തിരി സന്തോഷമായി. പക്ഷേ ആ സന്തോഷവും നീണ്ടു നിന്നില്ല. ഏകദേശം 10 ദിനങ്ങൾ കടന്നു പോകുമ്പോൾ എപ്പോഴും കടന്നു വരുന്നത് പോലെ ആ ഒരു അബോർഷൻ്റെ രീതി, അവളുടെ ഒരു വയറുവേദന കടന്നു വന്നു. ഞങ്ങൾ വേഗത്തിൽ അവളെയും കൊണ്ട് ട്രിവാൻഡ്രം തൈക്കാട് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് അവർ വളരെ വേഗം തന്നെ നമ്മളെ SIT ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ വിട്ടയച്ചു. ആ SIT ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പെട്ടെന്ന് പരിശോധിച്ചപ്പോൾ പ്രഗ്നൻ്റ് ആണ്. പക്ഷേ യൂട്രസിനകത്ത് കുഞ്ഞില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, എത്രയും വേഗം അബോർഷൻ ചെയ്യണം. അവളെ അബോർഷൻ ചെയ്യുവാനായിട്ട് കിടത്തിയിരിക്കുന്ന കുറേ പേരുണ്ട്. ആ വാർഡിൽ അവളെ അഡ്മിറ്റ് ചെയ്യുവാനിടയായി തീർന്നു. പക്ഷേ ഓരോ ദിനവും വന്ന് അവർ പറയും, നിങ്ങൾ എന്ത് ചെയ്യണം, അബോർഷൻ ചെയ്യുവാനായി ഒപ്പിട്ട് തരണം. ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കത്തില്ല. കാരണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തന്നൊരു കുഞ്ഞാണെന്നുള്ള ചിന്തയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഓരോ ദിനങ്ങൾ കഴിയുമ്പോഴും 10 ദിവസമായി 11 ദിവസമായി ആ ഡോക്ടേഴ്സ് നമ്മളെ ക്രൂരമായി നമ്മളോട് ഇടപെടുവാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഈ മകളുടെ ജീവിതം വെച്ചാണോ നിങ്ങൾ കളിക്കുന്നത്? ഓരോ ദിവസവും ടെസ്റ്റ് ചെയ്യുമ്പോൾ HCG കൗണ്ട് വളരെയധികം വർദ്ധിക്കുന്നു. ഒരുപക്ഷെ ആ കുഞ്ഞ് യൂട്രസിനകത്തില്ല, ആ ട്യൂബിലാണ് വളരുന്നതെങ്കിൽ അത് പൊട്ടി ഈ മകൾ മരണപ്പെടും. ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി ഒപ്പിടണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ദിനം പ്രതി ഹറാസ് ചെയ്യുവാനിടയായി തീർന്നു. പക്ഷെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ദൈവങ്ങളെ നിങ്ങൾക്ക് കേൾക്കണോ, ഏകദേശം 20 ദിവസം വരെ ഞങ്ങൾ പിടിച്ചു നിന്നു. അബോർഷൻ ചെയ്യുവാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാത്രിയായപ്പോൾ ആ ഡോക്ടേഴ്സ് ഒക്കെ നമ്മെ ക്രൂരമായി നമ്മോട് ഇടപെട്ടു. നിങ്ങൾ അബോർഷന് വേണ്ടി സൈൻ ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ, കാരണം അവൾ അബോർഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷനായി. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, നാളെ രാവിലെ ഡോക്ടേഴ്സ് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, അതവരോട് പറയണം അബോർഷൻ ചെയ്യുവാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുവാൻ പറഞ്ഞിട്ട് ഞാൻ ആ SIT ഹോസ്പിറ്റലിൽ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ കരയുവാൻ തുടങ്ങി. ഞാനിങ്ങനെ ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അപ്പാ, ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണുനീരോടുകൂടി ഞാൻ ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ വന്നു. ഇന്ന് വീണ്ടും ഞാൻ എൻ്റെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും കണ്ണുനീരോടുകൂടി കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണോ എന്ന് ചിന്തിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഏകദേശം നിയമത്തിനടുത്തെത്തിയപ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ സൗദിയിലുള്ള എൻ്റെ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് എന്നെ ആത്മീയതയിലേക്ക് കൊണ്ടുവന്നത്, എൻ്റെ ആത്മീക ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പെട്ടെന്ന് ഈ കരച്ചിലിൻ്റെ മധ്യത്തിൽ മറ്റൊരു കോളാണെങ്കിൽ ഞാൻ എടുക്കത്തില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കോൾ ആയതുകൊണ്ട് ഞാൻ എടുത്തിങ്ങനെ പറഞ്ഞു, അപ്പച്ച, ഇപ്പോൾ വിളിക്കേണ്ട, ഞാൻ പിന്നെ നിങ്ങളെ വിളിക്കാം. പക്ഷെ അപ്പച്ചൻ പറഞ്ഞു, മോനെ, എനിക്ക് ഇത്രയും ഒരു കാര്യമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ, നീ കേട്ടിട്ട് ഫോൺ വെക്ക്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ഞാൻ ഏകദേശം 10 ദിവസം മുമ്പ് അപ്പച്ചനൊരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നതാ, ഇങ്ങനെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ
അപ്പച്ചൻ എന്നോട് ആ നിമിഷത്തിൽ എൻ്റെ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ ആ അപ്പച്ചൻ എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു കാരണവശാലും നീ അബോർഷന് സമ്മതിക്കരുത്. കാരണം മറ്റൊരു സാക്ഷ്യം കൂടി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അപ്പച്ചൻ പറഞ്ഞെന്നെ ബലപ്പെടുത്തി. ആ സാക്ഷ്യം പറയാൻ സമയമില്ല. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പ് വന്നു. എൻ്റെ ദൈവം അവളുടെ ഉദരത്തിൽ ഉരുവാക്കിയ കുഞ്ഞ്, ഈ വൈദ്യശാസ്ത്രത്തിന് കഴിയുമോ ഇത് തരുവാൻ കഴിയാത്ത കുഞ്ഞിനെ ഞാൻ ഒരു കാരണവശാലും അബോർഷൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഞാൻ പ്രഭാതത്തിൽ ചെന്ന് അമ്മയോട് ഫോൺ ചെയ്ത് പറഞ്ഞു, അമ്മ ഇല്ല, അവർ വരുമ്പോൾ സമ്മതിക്കരുത് എന്ന് പറഞ്ഞു. അമ്മയും പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലും ദൈവം ചിന്ത തന്നു, ഒരിക്കലും അബോർഷനെ സമ്മതിക്കത്തില്ലെന്ന്. ഏകദേശം 23 ദിവസങ്ങൾ ആ ഡോക്ടേഴ്സ് ഞങ്ങളോട് ക്രൂരമായി ഇടപെട്ടു. കാരണം അവളുടെ ജീവൻ വെച്ചാൽ നമ്മൾ പന്താടുന്നതെന്ന്. നിങ്ങൾക്ക് കേൾക്കണോ? ഏകദേശം 23ാമത്തെ ദിവസം അവൾ എന്നെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഡെയിലി സ്കാൻ ചെയ്യാം. എന്നാൽ അന്നത്തെ ദിവസം 23ാമത്തെ ദിവസം സ്കാൻ ചെയ്തിട്ട് ഞാനിങ്ങനെ വീട്ടിൻ്റെ അടുത്ത് നിൽക്കുകയാ. അവൾ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ഡോക്ടേഴ്സ് ഒരു കാര്യം പറഞ്ഞു, യൂട്രസിനകത്ത് കുഞ്ഞിനെ കാണില്ല, പക്ഷേ ഒരു സാക്ക് കാണുന്നുണ്ട്, ഒരു കുഞ്ഞിനെ പോലൊരു രൂപം യൂട്രസിനകത്ത് കാണുന്നുണ്ട് എന്ന് ആ ഡോക്ടേഴ്സ് പറയുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഞാൻ അവളോട് ഒരു കാര്യം ചോദിച്ചു, ഡോക്ടേഴ്സ് മറ്റൊന്നും പറഞ്ഞില്ലേ? അവൾ ചോദിച്ചു, അയ്യോ 7 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നിട്ട് ഒരു കുഞ്ഞ് ഉരുവായി എന്ന് പറഞ്ഞിട്ട് സന്തോഷമില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമാ, പക്ഷെ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്നാ. എൻ്റെ വിശ്വാസം ദൈവം എനിക്ക് ഇരട്ടിയായി തരുമെന്നുള്ളതാ. ഞാൻ ചോദിച്ചു, ഡോക്ടേഴ്സ് മറ്റൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ വീണ്ടും സന്തോഷം തന്നെയാ. അന്ന് വൈകുന്നേരം 3 മണിക്ക് ഞാൻ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി വീണ്ടും ഞാൻ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവളുടെ കോൾ വരികയാണ്. അവൾ എന്നോട് പറയുക, ചേട്ടാ ഒരു വർത്തമാനം കൂടിയുണ്ട്. PG കടന്നു വന്നു, മറ്റൊരു ഡോക്ടർ കടന്നു വന്നു. അവർ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ യൂട്രസിനകത്ത് ഒരു കുഞ്ഞല്ല 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അത് ലഭിക്കുമോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയത്തില്ല എന്ന്. ഞാൻ അവളോട് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു, ഡോക്ടേഴ്സിന്റെ വാക്ക് നമുക്ക് വേണ്ട, നമ്മുടെ ഉടയ തമ്പുരാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇരട്ടിയായി നിനക്ക് പകരം നൽകുമെന്ന്. ആ ദൈവം പറഞ്ഞു എങ്കിൽ അത് അങ്ങനെ തന്നെ തരുമെന്ന് ഞാൻ പറഞ്ഞു അവളെ ബലപ്പെടുത്തി. നിങ്ങൾക്ക് കേൾക്കണമോ? ഹല്ലേലൂയ. ഒത്തിരി പ്രയാസങ്ങൾ അതിൻ്റെ മധ്യത്തിൽ കടന്നു വന്നു. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ഏകദേശം 8 മാസം കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഇരട്ട കുഞ്ഞുങ്ങളെ 2 പെൺമക്കളെ ദൈവം എനിക്ക് ദാനമായി തന്നു. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി ഒരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ തന്നെ എൻ്റെ വൈഫിന് ദൈവം ഒരു ദർശനം കൊടുത്തു. പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇങ്ങനെയാണ് ദർശനം. ആ ദർശനം ഇങ്ങനെയായിരുന്നു, അവൾ ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്നു. ഒരു കുഞ്ഞ് അവളുടെ ഇടത്തെ ഇടുപ്പിലിരിക്കുന്നു, വലത്തെ കയ്യിൽ ഒരു കുഞ്ഞിനെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അവൾ പൂർണ്ണ ഗർഭിണിയായി നടക്കുന്നു. ഞാൻ അന്ന് അവളെ തമാശയ്ക്ക് പറഞ്ഞു, ആദ്യം ഒരെണ്ണമെങ്കിലും കിട്ടട്ടെ എന്ന്. പക്ഷെ ആ ദർശനമൊക്കെ നമ്മൾ മറന്നുപോയി. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ? ഈ ഇരട്ട കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇവളുടെ ഡെലിവറി മാറ്റുവാൻ വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലിൽ കടന്നുപോയി. പക്ഷെ അവളുടെ ശരീരത്തിൽ ഒത്തിരി പ്രയാസങ്ങളുള്ളത് കൊണ്ട് ഇപ്പോൾ സർജറി ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവർ നമ്മളെ മാറ്റിവിട്ടു. അതിൻ്റെ അനന്തര ഫലമായി വീണ്ടും അവൾ ഒരു ദിവസം പ്രഗ്നൻ്റ് ആകുവാനിടയായി തീർന്നു. നിങ്ങൾക്ക് കേൾക്കണമോ? ഞാൻ ഈ ദർശനം മറന്നുപോയി. എന്നാൽ എൻ്റെ അമ്മ ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ദൈവം തന്ന ദർശനത്തിന് മാറ്റമില്ല, അവൻ വാഗ്ദത്തം ചെയ്തുവെങ്കിൽ നിവർത്തിയാകോ. ഞങ്ങൾക്ക് ഇന്ന് 3 നല്ല പെൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തരുവാനിടയായി തീർന്നു. നിങ്ങൾ കേൾക്കണോ? ഞങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുവിന് ഒരൊറ്റ വാക്കേയുള്ളൂ. അവൻ വാഗ്ദത്തം ചെയ്തുവെങ്കിൽ അത് ഉവ്വ് എന്ന് തന്നെയാണ്. കാരണം ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കോ അതിനെ മാറ്റിക്കളയുവാൻ കഴിയില്ല എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാ. ആ യേശുവിൻ്റെ പേര് അത്ഭുത മന്ത്രി എന്ന. അങ്ങനെയെങ്കിൽ നമ്മൾ വെറുതെ അല്ല കടന്നു വന്നിരിക്കുന്നത്, അത്ഭുതവാന്റെ മുമ്പയാ. ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കട്ടെ. എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.